ആർടെക് അശോകിന്റെ പാറ്റൂരിലെ മാളും അപ്പാർട്ട്മെന്റും പൊളിക്കേണ്ടി വരുമോ? 2006-2007 കാലഘട്ടത്തിൽ മരട് ഗ്രാമപഞ്ചായത്ത് നിർമ്മാണാനുമതി നൽകിയ 4 അപ്പാർട്ട്മെന്റുകൾ തീരദേശ നിയന്ത്രണ മേഖലാ ചട്ടങ്ങൾ പാലിക്കാതെയാണ് അനുമതി നൽകിയത് എന്ന് കണ്ടെത്തി സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് 2 ദിവസം കൊണ്ട് ആകാശം തൊട്ടു നിന്ന ആ വലിയ 4 ഫ്ളാറ്റുകൾ നിലംപൊത്തുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചു. മരടിലെ ഗോൾഡൻ കായലോരം, H2O, ഹോളി ഫെയ്ത്ത്, ആൽഫ സെറീൻ, ജെയിൻ കോറൽ കോവ് എന്നീ ഫ്ളാറ്റുകളാണ് തീരദേശ പരിപാലന ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ സുപ്രീം കോടതി പൊളിച്ചു കളയുവാൻ ഉത്തരവിട്ടത്. തുടർന്ന് നിയന്ത്രിത സ്ഫോടനം ഉപയോഗിച്ച് 2020 ജനുവരി 11, 12 തീയതികളിലായി പൊളിച്ചു നീക്കി കേരള ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവം. അത് പൊളിക്കുന്നത് വരെ പലരും പറഞ്ഞു അവിടെ താമസിക്കുന്ന ആളുകൾ വലിയ VIP കളാണ്, അതുകൊണ്ട് തന്നെ ആ അപ്പാർട്ട്മെന്റുകൾ ഒരിക്കലും പൊളിക്കില്ല, വല്ല ഫൈൻ അടിച്ചോ കാശിറക്കിയോ ഒക്കെ അത് ഒതുക്കും എന്ന്. എന്നാൽ ഇച്ഛാശക്തിയുള്ള ഒരു ന്യായാധിപൻ അന്ന് സുപ്രീം കോടതിയിൽ ഇരുന്നതിനാൽ അദ്ദേഹം ഉത്തരവിട്ടത് അദ്ദേഹം പദവി ഒഴിയുന്നതിന് മുമ്പ് തന്നെ നടപ്പിലാക്കി. എന്നാൽ അതിലും ഗുരുതര ചട്ടലംഘനങ്ങൾ നടന്ന പാറ്റൂർ ഭൂമി തട്ടിപ്പ് കേസ് എന്ന് കേരളം ഞെട്ടലോടെ കേട്ട സമാനതകളില്ലാത്ത റിയൽ എസ്റ്റേറ്റ് കൊള്ള നടന്നിട്ട് അത് നടത്തിയ ആർടെക് റിയാലിറ്റീസിന്റെയോ അതിന്റെ ഉടമ TS അശോകോ അദ്ദേഹത്തിന്റെ മകൾ അപർണ നായരോ നടത്തിയ തട്ടിപ്പുകളൊന്നും മാധ്യമങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തില്ല, പുറം ലോകം അറിഞ്ഞില്ല. അതെല്ലാം സമർത്ഥമായി മാനിപ്പുലേറ്റ് ചെയ്ത് ആർടെക് അശോകനും ആർടെക് റിയാലിറ്റീസും ബ്രാൻഡിംഗ് ഏജൻസിയെ കൊണ്ട് ബിൽഡിംഗ് ഹാപ്പിനെസ് എന്ന ടാഗ് ലൈൻ കൊടുത്ത് ഇമേജ് ബിൽഡിംഗ് എക്സസൈസുകൾ നടത്തി തട്ടിപ്പുകൾ ഇന്നും നിർബാധം തുടരുമ്പോഴും നൂറുകണക്കിന് ഇടപാടുകാർ ഇന്നും കണ്ണീരും കയ്യുമായി ഉഴലുകയാണ്. സർക്കാർ ഭൂമി കയ്യേറി KMBR ചട്ടങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ആവശ്യത്തിന് സെറ്റ് ബാക്ക് ഇല്ലാതെ ഒരു തീപിടുത്തമുണ്ടായാൽ ഫയർ എഞ്ചിൻ കയറുവാൻ പോലും വഴിയില്ലാതെ പ്രോപ്പർ സ്വീവേജ് നിർമ്മാർജ്ജന മാർഗങ്ങളില്ലാതെ മാലിന്യങ്ങൾ ഇപ്പോഴും ആമിഴഞ്ചാൻ തോട്ടിൽ തള്ളുന്ന കോൺഗ്ലോമറേറ്റഡ് പെർമിറ്റ് എന്ന് പറഞ്ഞ് അപ്പാർട്ട്മെന്റ് ഉടമകൾ അറിയാതെ വ്യാജരേഖകൾ ചമച്ച് കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ പെർമിഷൻ നേടുകയും 2 ഹൈറൈസ് ബിൽഡിങ്ങുകൾ തമ്മിൽ 15 മീറ്ററെങ്കിലും അകലം വേണമെന്നിരിക്കെ ഒരടി പോലും അകലം പാലിക്കാതെ അപ്പാർട്ട്മെന്റ് ഉടമകൾക്ക് അവകാശപ്പെട്ട അൺഡിവൈഡഡ് ഷെയർ സ്ഥലം അശോകനും മകളും അടങ്ങുന്ന ഒരു ഷെൽ കമ്പനിയുടെ പേരിലാക്കി അത് അവരുടെ സ്വന്തമാക്കി അതിപ്പോൾ വിൽക്കുവാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. അതുമുതൽ അപ്പാർട്ട്മെന്റ് ഉടമകൾക്ക് വിറ്റ് കഴിഞ്ഞിട്ടും അവരറിയാതെ 40 കോടിയോളം രൂപ HDFC ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് അപ്പാർട്ട്മെന്റ് വാങ്ങിയവർക്ക് TC നമ്പർ പോലും ലഭിക്കാതെ, ഹാൻഡിങ് ഓവർ പോലും ഇതുവരെ കഴിയാതെ, ഒരു അസോസിയേഷൻ പോലും രൂപീകരിക്കാതെ, എന്നാൽ വിറ്റുതുലയ്ക്കാമെന്ന് വെച്ചാൽ അതിന് പോലും കഴിയാതെ ഉഴലുകയാണ് ആർടെക് എംപയറിലെ നിവാസികൾ. ഇവരുടെ പല പ്രോജക്റ്റുകളിലും വലിയ തോതിൽ കള്ളപ്പണ ഇടപാടിലൂടെയാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് റിറയുടെ മുന്നിലുള്ള കേസുകൾ. ഒരു പ്രമുഖ നടി ഈ പ്രോജക്റ്റിൽ 1.25 കോടി നൽകിയിട്ട് വഞ്ചിക്കപ്പെട്ടു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ പിന്നാലെ. ആർടെക് അശോകന്റെയും ആർടെക് റിയാലിറ്റീസിന്റെയും തട്ടിപ്പിന്റെ കഥകൾ ഒറ്റ എപ്പിസോഡിൽ പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് ഒരു പരമ്പര ഞങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ആദ്യ ദിനത്തിൽ ആർടെക് അശോകന് ഈ പ്രോജക്റ്റിനായി ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റ് പ്രകാരം സ്ഥലം വിട്ടുകൊടുത്ത പവർ ഓഫ് അറ്റോർണി ഹോൾഡറായിരുന്ന പലതരത്തിലും വഞ്ചിക്കപ്പെട്ട ശ്രീ L. രാജേന്ദ്രന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ കോംപ്ലക്സ് കെട്ടാനായിട്ട് ആർടെക് അശോക് എന്നെ സമീപിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്ഥലം, ഒരു ബോംബെ പാർട്ടിയുടെ സ്ഥലം, ഇവിടെ ഒരു വലിയ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം സംസാരിച്ചു, അത് നെഗോഷിയേറ്റ് ചെയ്ത് അതിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പെരേര എന്ന് പറഞ്ഞ ആളുടെ ഒരു 15 സെൻറ്റ് സ്ഥലം അതും സംസാരിച്ചു, അതും ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തോമസ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ സ്ഥലവും കൂടെ സംസാരിച്ച് അതും ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുകയും, അപ്പോൾ എൻ്റെ സ്ഥലം കൂടെ കിട്ടിയാലേ ഈ ഫ്ലാറ്റിന് എൻട്രൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എൻ്റെ സ്ഥലവും കൂടെ വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഒരു ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിച്ചു, പ്രിപ്പയർ ചെയ്യിച്ചു. ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റ് ക്ലിയറാണ് പറയുന്നുണ്ട്, ഇവിടെ ഒരു സാങ്ഷൻ വാങ്ങിച്ചാൽ എന്നെ കാണിക്കണം, പിന്നെ എന്ത് ചെയ്താലും എൻ്റെ കൺസെൻറ്റ് വേണമെന്ന്. ഒരു സംഗതി എന്നെ കാണിക്കുക, എൻ്റെ കൺസെൻറ്റ് മേടിക്കുക ചെയ്യാതെ എല്ലാം പുള്ളിയുടെ ഇഷ്ടത്തിന് ചെയ്തതെന്ന് മാത്രമല്ല, ആദ്യം ഇവിടെ 2.75 FSI ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ട് 225 സെൻറ്റ് സ്ഥലം ഇതിൽ കൊടുത്ത ഈ കോർപ്പറേഷനിൽ KBMR റൂൾ അനുസരിച്ച് 225 സെൻറ്റ് സ്ഥലം വേണം
ഈ മാളും ഫ്ലാറ്റും പിന്നെ ഈ 2 കൊമേഴ്സ്യലും കൂടെ കിട്ടാൻ. അങ്ങനെ ആയപ്പോൾ മൊത്തം 3 കൊമേഴ്സ്യലും ഒരു റെസിഡൻഷ്യൽ ഇത് കിട്ടാനായിട്ട് 200 സെൻറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞ് കോർപ്പറേഷനിൽ അപ്ലൈ ചെയ്യും. അതിന് ഒരു പെർമിറ്റ് എടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2.75 FSI 4 FSI ആയിട്ട് മാറ്റിയത് ഗവൺമെൻറ് വന്നത്. അത് വെച്ചിട്ട് അടുത്ത മൂവ് ചെയ്തപ്പോഴത്തേക്ക് ഈ നമ്മുടെ ഈ തോമസ് എന്ന് പറഞ്ഞ ആളുടെ സ്ഥലം അത് ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ള ഒരിത് വന്നു. എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റിനും 5-8 കൊല്ലം മുമ്പെയാണ് ഈ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കെട്ടിയതും അത് അവർ തങ്ങൾ ഷെയർ ചെയ്തെടുക്കുന്നതും അത് ആ ലാൻഡാണ് ഷെയർ ചെയ്തെടുത്തേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിൻ്റെ അണ്ടിവേഴ ഷെയർ ഇതിൽ കാണിക്കാൻ പറ്റാതെ ആവുകയും പിന്നെ അതൊക്കെ കട്ട് ചെയ്തിട്ട് 206 സെൻറ്റ് കാണിച്ചു. 206 സെൻറ്റ് കാണിച്ചാണ് പിന്നെ അടുത്ത ഈ ഒരു പെർമിറ്റ് മേടിക്കുന്നത്. 206 സെൻറ്റ് മേടിച്ച് ആ പെർമിറ്റൊക്കെ മേടിച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകായുക്തയുടെ ഓർഡർ വരുന്നത്. ലോകായുക്തയിൽ ഇവിടെ ഒരു ജോയ് കൈതാരം എന്ന് പറഞ്ഞാൽ ഒരു 2 പേരായിട്ട് കേസിനൊക്കെ കൊടുത്തു. അപ്പോൾ അതിൽ ലോകായുക്തയുടെ വിധി വന്നു 16 സെൻറ്റ് സ്ഥലം ഗവൺമെൻറ് പറമ്പൊക്കെ ഇവിടെ ഉണ്ട്, അത് ഈ ബിൽഡറെ വിട്ടുകൊടുക്കണം. അങ്ങനെ ഓർഡർ വന്നപ്പം ഈ കെട്ടിടം ഏകദേശം പൊങ്ങിക്കഴിഞ്ഞു. ഏകദേശം 14 നില എക്സ്റ്റീരിയറൊക്കെ ആയിക്കഴിഞ്ഞു. ഇൻറ്റീരിയറിൻ്റെ മണി മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ബാക്കിയുള്ള പണി ഇവിടെ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ലോകായുക്ത സ്റ്റേ ചെയ്തു. ലോകായുക്ത സ്റ്റേ ചെയ്തപ്പം ഇയാൾ ഹൈക്കോടതി അപ്രോച്ച് ചെയ്ത് പറഞ്ഞു ഇത് പബ്ലിക്കിൻ്റെ പൈസയാണ്, ഇത് വേറെ ലാൻഡ് ഓണേഴ്സാണ്, ഞാൻ ഇതിൻ്റെ ഒരു ഏജൻറ്റ് മാത്രമാണ്, ഞാൻ ബിൽഡർ മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു റിലീഫ് കിട്ടണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ലോകായുക്ത പറഞ്ഞ അനുസരിച്ചുള്ള സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഒരു കല്ലെങ്കിലും എടുത്ത് വെക്കാനുള്ളതെന്ന് ഹൈക്കോടതിയിൽ ഇത് ഓർഡറിൽ പറയുന്നത്. പക്ഷെ അതൊക്കെ നിലനിൽക്കുമ്പം ഇയാൾ 12 സെൻറ്റ് സ്ഥലം ഞങ്ങളുടെ ബാക്കിലെ സെറ്റ് ബാക്ക് ഈ 14 നില കെട്ടിടത്തിന് മിനിമം 5-6 മീറ്ററെങ്കിലും ബാക്കിൽ വേണം. ആ സെറ്റ് ബാക്ക് ഗവൺമെൻറ് വിട്ടുവിടും, ഞങ്ങളുടെ അനുവാദമില്ല. അത് കഴിഞ്ഞ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഓർഡർ കിട്ടി ഇവിടെ കെട്ടാം. ആ സമയത്ത് ഇൻറ്റീരിയർ മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞ് ഓർഡർ മേടിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് മുതൽ ഇവിടുത്തെ ഇൻറ്റീരിയർ പണിയല്ല തുടങ്ങി, അന്ന് മുതൽ മാളിൻ്റെ പണി അങ്ങ് തുടങ്ങി. മാളിൻ്റെ പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ മാള് കെട്ടാനുള്ള സ്ഥലം ഇവിടെ ഈ ആർടെക്കിനില്ല. എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഫ്ലാറ്റ് കെട്ടാൻ തന്നെ 158 സെൻറ്റ് വേണം KBMR റൂൾസ് അനുസരിച്ച്. അപ്പോൾ അതില്ല. ആകെപ്പെടെ ഇവിടെ 190 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഈ KBMR റൂൾ അനുസരിച്ചുള്ള ഈ 158 സെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര സെൻറ്റ് വരും ഇവിടെ? അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് കെട്ടി ഏകദേശം വരുമ്പോൾ വിൽക്കാൻ തുടങ്ങിയപ്പോൾ 97.25 സെൻറ്റിൽ, അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ. ഇത് ഈ ബിൽഡിംഗ് ലീഗലാണെങ്കിൽ 158 സെൻറ്റ് വേണം. അതിന് പകരം 97.5 സെൻറ്റ് വെച്ച് വാങ്ങിക്കാൻ വരുന്നവർക്കെല്ലാം ഒരു എഗ്രിമെൻ്റ് എഴുതിക്കൊള്ളു. നിങ്ങൾക്ക് 97.25 സെൻറ്റിൻ്റെ അണ്ടുവഴി ഷെയർ തരും. പക്ഷേ ഈ 97.25 സെൻറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് കെട്ടുമെന്ന് പറയുന്നില്ല. 97.25 സെൻറ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ള ചീറ്റ് ജയിച്ചിട്ട് അതിൽ കെട്ടിയിരിക്കുന്ന 2,76,000 സ്ക്വയർ ഫീറ്റാണ് കെട്ടിയത്. ഇവിടെ അപ്പോൾ ഏകദേശം 5 FSI അടുപ്പിച്ച് വരുന്നു ഈ 2,45,000 പിന്നെ സുപ്രീം കോടതിയിൽ ജഡ്ജ്മെൻറ്റുകളുണ്ട്. 1 സൈഡഡ് എഗ്രിമെൻറ്റ് ഈ KBMR റൂൾസൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഒരു 1 സൈഡഡ് എഗ്രിമെൻ്റ് എഴുതി എത്ര ഏരിയയാണ് 97.25 സെൻറ്റ് കെട്ടാൻ പോകണമെന്ന് പറയാതെ ഈ ആളുകളെല്ലാം ചീറ്റ് ചെയ്തു. എന്നിട്ട് ആ സ്ഥലം ഇത് കെട്ടി എല്ലാവർക്കും കുറേയൊക്കെ രജിസ്റ്റർ ചെയ്തൊക്കെ കൊടുത്തു. ഈ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ വേറെ കളിപ്പിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതെല്ലാം പകുതി പൈസയ്ക്കാണ്, പകുതി അല്ലെങ്കിൽ 60% പൈസ. ആ എമൗണ്ട് മാത്രം കാണിച്ച് ആണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം എങ്ങനെ വാങ്ങിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഈ ആളുകളെല്ലാം അറിഞ്ഞ് വന്നപ്പം അവരുടെ പലരും ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ 97.25 സെൻറ്റിൽ ഈ 2,76,000 സ്ക്വയർ ഫീറ്റ് കെട്ടി? അത് കുഴപ്പമില്ല, നിങ്ങൾ 97.25 നിങ്ങൾ കോടതി പോകുന്നൊക്കെ പറഞ്ഞ് വരട്ടി. അപ്പോൾ പല അലോട്ടീസും പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തിരിച്ചു വന്നു. പൈസ അപ്പോൾ അവരെ വരട്ടെയാണ്, നിങ്ങൾ തന്നിട്ടില്ല. ഈ 50 to 60% മാത്രമേ ഇല്ല, ബാക്കിയുള്ള പൈസ എല്ലാം ബ്ലാക്കായിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഇവിടെ കുറച്ച് ആളുകൾ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ശരിക്കും പറഞ്ഞാൽ വഴക്കാളികളും ക്രിമിനൽസുമാണ്. അവരെല്ലാം ആരെയും ഭീഷണിപ്പെടുത്തും എന്ത് ചെയ്യും. ഇവരൊക്കെ നേരിട്ട് അവർ അറ്റാക്ക് ചെയ്യാനും വരത്തില്ല. നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ക്രിമിനൽ ലിസ്റ്റ് വരും. അതുകൊണ്ട് പിറകുന്ന ആളെ വിട്ട് അടുപ്പിക്കുക, വരട്ടുക, പിന്നെ ഇവിടെ ഉള്ളവർ തങ്ങളിൽ അടുപ്പിക്കുക, ഇങ്ങനെയുള്ള കുറേ പണികളൊക്കെ നോക്കി. പിന്നെ കുറേ രാഷ്ട്രീയക്കാർക്കൊന്നും അവർ 5 ലക്ഷം ഒരു 1.25 കോടി രൂപയുടെ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വരും. എന്തെങ്കിലും ഒന്ന് കുറച്ച് തരണം, ഞാൻ ഇന്ന ആളാണ്, അത് 10 ലക്ഷം കുറച്ചോ. ഈ 10 ലക്ഷം കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 30 ലക്ഷമേ വരുന്നുള്ളൂ.
എന്നാലും അയാൾക്ക് 90 ലക്ഷം പ്രോഫിറ്റാണ്. ഇങ്ങനെ ഓരോ ഫ്ലാറ്റ് അങ്ങനെ 124 ഫ്ലാറ്റ് കെട്ടി 110 ഫ്ലാറ്റ് വിറ്റ് കഴിഞ്ഞു. അപ്പോൾ അപ്പോഴും തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റും പോയിട്ട് ഒരു 80-90 കോടി രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഞങ്ങളുടെ അൺഡിവൈഡഡ് ഷെയർ 82.5 സെൻറ്റ് എടുത്ത് ഈ 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടാൻ 97.25 കാണിച്ച് മറ്റേത് 82.5 സെൻറ്റിൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടി മകളുടെയും ഈ ബിൽഡറുടെയും പേരിൽ അപർണ നായർ മകളുടെ ബിൽഡറുടെയും പേരിൽ രണ്ടുപേരും ഡയറക്ടേഴ്സായിട്ട് ഒരു അജയ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് അങ്ങ് മാറ്റി. അപ്പോൾ ഇവിടെ എല്ലായിടത്തും അത് വിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും മാറ്റിയത് ഇയാളുടെ മകളുടെ പേരിലുള്ള ഷെൽ കമ്പനിയിലായിരുന്നു. അത് മാറ്റി അങ്ങനെയായിട്ട് അതിൻ്റെ പണിയൊക്കെ തീർത്ത് ഈ സ്ഥലം ഹൈക്കോടതി വിധി കിടന്ന് ഈ സ്ഥലം ഒന്നും വിട്ടു കൊടുക്കാതെ ഇയാൾ പിന്നെ ഹൈക്കോടതി അപ്രോച്ച് ചെയ്തു. ഇങ്ങനെ ഈ സ്ഥലം ഇതിൽ പെട്ടതല്ല, ഈ 82 സെൻറ്റ് വേറെ സ്ഥലമാണ്, ഇത് ജയ് വെഞ്ചേഴ്സിൻ്റെയാണ്, ഇത് മറ്റേത് സ്ഥലം ഈ 4.5 സെൻറ്റ് ഇനിയും വിട്ടു കൊടുക്കാനുള്ള ഈ 16 സെൻറ്റിൽ 12 ലോകായത്ത് പറഞ്ഞതനുസരിച്ച് വിട്ടു കൊടുത്ത് 4 സെൻറ്റ് ലോകായത്ത് വിട്ടു കൊടുക്കാനുള്ള അതിൽ പെട്ടതില്ല, അത് വേറെയാണ്. ഇത് ഈ ഫ്ലാറ്റിലാണ് ഈ സ്ഥലം ഫ്ലാറ്റ് ഇരിക്കുന്നതാണ് നിൽക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു എവിടെ നിന്നാലും ശരി ഗവൺമെൻറ് സ്ഥലം ഫ്ലാറ്റാണെങ്കിൽ ഫ്ലാറ്റ് മാളാണെങ്കിൽ ഇടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇടിച്ച് കൊടുത്തിട്ട് ഇത് മ്യൂട്ടേഷൻ നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറഞ്ഞ് നിന്ന് 3 മാസം കൊണ്ട് അയാൾ മ്യൂട്ടേഷൻ നടത്തി. മ്യൂട്ടേഷൻ നടക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ മ്യൂട്ടേഷൻ നടത്താൻ പാടില്ല, മാള് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നു പറഞ്ഞു. ഞാൻ ഈ ആകപ്പാടെ എൻ്റെ 10 ഇത് മേടിച്ചു, സ്റ്റാമ്പ് പേപ്പർ മേടിച്ച് എന്തിനാണ് 10 ഫ്ലാറ്റ് വിറ്റോട്ടെ, ഇത്രയും കിടക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾക്കുള്ളത് 10 കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതി തരാം. പക്ഷേ എൻ്റെ JV എഗ്രിമെൻ്റ് അനുസരിച്ച് എനിക്ക് തരാനുള്ള എനിക്ക് കൈമാറ്റം ചെയ്യാനുള്ള റൈറ്റ് കിട്ടണം. എനിക്ക് രജിസ്റ്റർ തന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇയാൾ എന്നെ ചീറ്റ് ചെയ്തു. പക്ഷേ അപ്പോൾ ഞാൻ ഈ 10 പത്രം മേടിച്ചതിന് ഞാൻ 6 എണ്ണം കൊടുത്തു, 5 എണ്ണം അയാൾ 4 എണ്ണം തിരിച്ചു മേടിച്ചപ്പോൾ അന്ന് ഞാൻ എഴുതി പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ 10 പത്രം കൊടുക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കൊമേഴ്സ്യൽ ഏരിയ വിൽക്കാൻ പാടില്ല, നിങ്ങൾക്ക് റെസിഡൻഷ്യൽ മാത്രമേ വിൽക്കാൻ പാടില്ല. അപ്പോൾ റെസിഡൻഷ്യൽ വിൽക്കാനെന്ന് പറഞ്ഞിട്ട് ആ ഒരു പത്രം യൂസ് ചെയ്താണ് ഈ ഷെൽ കമ്പനിയുടെ പേരിലും ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്ത് വിറ്റത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചീറ്റിംഗ് കേസ് കൊടുത്തു. ഇപ്പോഴും ആ ചീറ്റിംഗ് കേസ് നിലവിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം പിന്നെ ഇവിടെ ഒരു സ്ഥലത്തും ഇപ്പോൾ എൻട്രൻസ് 10 മീറ്റർ വേണം ഈ ഹൈ റേസ്റ്റ് ബിൽഡിങ്ങിന്. എൻട്രൻസും വേണം എക്സിറ്റും വേണം 10 മീറ്റർ. അപ്പോൾ അത് കാണിച്ചു, എൻട്രൻസ് എക്സിറ്റും ഒക്കെ കാണിച്ചു, ബിൽഡിങ്ങിൻ്റെ കഴിഞ്ഞു. പക്ഷേ ഈ സെറ്റ് ബാക്ക് ഒരു സൈഡിൽ സെറ്റ് ബാക്ക് ഇല്ല. അപ്പം ഈ പെർമനൻ്റ് ഇത് കിട്ടത്തില്ല, ഓക്യുപ്പൻസി കിട്ടാത്തതുകൊണ്ട് ഇയാൾ ടെമ്പററി ഓക്യുപ്പൻസിക്ക് നീങ്ങിയപ്പം ഇയാളുടെ ഈ ഇപ്പുറത്ത് തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി 14 സെൻറ്റ് ഇയാളും ആ ലാൻഡ് ഓണറും കൂടെ ലാൻഡായിട്ട് തന്നെ എടുത്തതിൻ്റെ ആ സ്ഥലം അങ്ങോട്ട് ഇടിച്ചിട്ട് കാണിച്ച് ആ 10 മീറ്റർ കാണിച്ചാണ് എൻട്രൻസിൻ്റെ ഇത് കാണിച്ചാണ് ഈ ടെമ്പററി വാങ്ങിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ 7.5 മീറ്റർ വേണം. ഫ്രണ്ടിൽ 7.5 മീറ്റർ ആ ബിൽഡിങ്ങിൻ്റെ, അതായത് അനുപമ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ് ഇടിച്ചിട്ട് അവിടെ നിന്ന് 4 മീറ്റർ കൂടെ കാണിച്ചാണ് ഈ ടെമ്പററി TC വാങ്ങിക്കുന്നത്. പിന്നെ അപ്പുറത്തത് കോൺഗ്ലോമേറ്റഡ് പെർമിറ്റ്. ഈ കോൺഗ്ലോമേറ്റ് എന്ന് വെച്ചാൽ അയാളുടെ പ്രോപ്പർട്ടി അല്ല, ഇത് ഇവിടെ ഞങ്ങളുടെ ഈ പേരുടെ പ്രോപ്പർട്ടി, ഞങ്ങളുടെ 10-100 പേരുടെ പ്രോപ്പർട്ടിയാണ്. ആ കോൺഗ്ലോമേറ്റഡ് പെർമിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അസോസിയേഷൻകാരൊക്കെ ഉണ്ട്, ബഹളമൊക്കെ ഉണ്ടാക്കിച്ച് ഒപ്പിട്ടില്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ബുദ്ധിമുട്ട് വരും, എല്ലാം ഇടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഈ കോടതിയുടെ ഓർഡറിൽ ചില ഭാഗങ്ങൾ കാണിച്ച് അയാൾ വിരട്ടിച്ചു. പക്ഷേ ഇവിടെ എല്ലാവരും കുറച്ച് പേരൊക്കെ ഞങ്ങളിവിടെ സഹകരിച്ചുകൊണ്ട് ആ ഡ്രാഫ്റ്റ് എഗ്രിമെൻറ്റ് ഞങ്ങൾ ഇത് സൈൻ ചെയ്യാൻ സമ്മതിച്ചില്ല. എന്നുവെച്ചാൽ ഒരു സംഗതി ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ഇങ്ങനെ മേടിക്കുകയും ഓരോ ചെയ്യുകയും പിന്നെ ഓരോരുത്തരെ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് പിന്നെ അത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇല്ല, സെറ്റ് ബാക്ക് ഇല്ല. ഈ 2 ഹൈ റേസ്റ്റ് ബിൽഡിങ്സിന് മിനിമം 14-15 മീറ്റർ വേണം. 2 ഹൈ റേസ്റ്റ് ബിൽഡിങ്സിൻ്റെ ഈ ഗ്യാപ്പ് ഒരു അടി പോലും ഇല്ല. ഞങ്ങളുടെ സ്ട്രക്ചറിൽ കൊണ്ടുവന്നാണ് മാള് കയറ്റി കെട്ടിയിരിക്കുന്നത്. ആ സ്ട്രക്ചറിൻ്റെ ഒരു 5.5 മീറ്റർ മേളുവശം ഇയാൾ ബൈക്ക് പാർക്കിങ്ങിന് യൂസ് ചെയ്യുന്നു, അടിവശം ഇയാൾ കാർ പാർക്കിങ്ങിന് യൂസ് ചെയ്യുന്നു. അപ്പം ഇയാൾ ഈ റിലയൻസ് വന്നപ്പോൾ അതിന് മുമ്പ് ഫ്യൂച്ചർ ഗ്രൂപ്പിനാണ് ആ റിലയൻസിന് കൊടുത്തപ്പോൾ ഞാൻ അവർക്ക് നോട്ടീസ് അയച്ച് സ്റ്റേ വാങ്ങിച്ചു. ഞാൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ ഇവിടെ ബിൽഡർക്കൂടെ സ്ഥലമില്ല. പിന്നെ അയാൾ ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ സെറ്റ് ബാക്കും, ഞങ്ങളുടെ സ്ഥലവും, ഞങ്ങളുടെ വാട്ടർ സംഭവം, ഇലക്ട്രിക്കൽ റൂമും ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് ഇയാൾക്ക് വാടക കൊടുക്കാൻ സ്റ്റേ വാങ്ങിച്ചു. പക്ഷേ ആ സ്റ്റേ വക്കീലിനെ പിടിച്ച് എനിക്ക് 3-ൻ്റെ അന്ന് ആ സ്റ്റേയുടെ ഇത് ആർട്ടക്കിൻ്റെ ആളുകൾ വക്കീൽ ഇത് പെറ്റീഷൻ ഇട്ടപ്പോഴത്തേക്ക്
അത് എൻ്റെ വക്കീലുമുണ്ട് സൈലൻ്റ് ആയിരുന്നു മാറിക്കൊടുത്തു. അപ്പോൾ അത് അനുകൂലമായിട്ട് വന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് ഈ 14 നില ബിൽഡിങ്ങിന് ഫ്രണ്ടിലും എൻട്രൻസ് വേണം, ബാക്കിൽ എക്സിറ്റും വേണം. ഇപ്പം ബാക്കിൽ എക്സിറ്റ് എന്താ ചെയ്തിരിക്കുന്നത്, ബാക്കിലെ എക്സിറ്റ് മാളിൻ്റെ എൻട്രൻസ് ആയിട്ട് കാണിച്ചേക്കുന്നു. എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഉള്ള ഈ മറ്റേ ഈ പ്രോപ്പർട്ടി, അത് ഈ മാളിൻ്റെ സ്ഥലം കയറ്റി കെട്ടിയതിൽ മേളുവശം അതിൻ്റെ അടിവശം കാർ പാർക്കിംഗ് ആയിട്ട് അത് 5 മീറ്റർ 5.5 മീറ്ററാണ്. അത് അടിവശം കാർ പാർക്കിംഗ്, മേളിൽ ബൈക്ക് പാർക്ക്, അതും വാടകയ്ക്ക് കൊടുത്തേക്കുന്നു. ഈ മാൾ ഇപ്പോൾ 70 lakhs വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്. 3-4 കൊല്ലമായി. അഡ്വാൻസ് 1-2 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ 7-8ാമത്തെ വക്കീലിനാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ട്രിവാൻഡ്രത്ത് 3-4 പേരെ മാറ്റി, എറണാകുളത്ത് മാറ്റി, അപ്പിലേറ്റിൽ മാറ്റി, പലയിടത്തും വക്കീലന്മാരെ ഞങ്ങളുടെ വക്കീലന്മാരെ ഇയാൾ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം ഞങ്ങളുടെ ഈ റെസിഡൻഷ്യൽ ഏരിയ വിറ്റപ്പം തന്നെ പുള്ളിക്ക് ഒരു 10-70-80 കോടി രൂപ ലാഭം കിട്ടിക്കാണും. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒരു സ്ക്വയർ ഫീറ്റിന് 1000-1500 അന്ന് മാക്സിമം 2000 വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലം എടുത്ത് ഈ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിറ്റ് 150 കോടി രൂപയ്ക്ക് 15,000 രൂപ സ്ക്വയർ ഫീറ്റ് വെച്ച് 150 കോടിക്കാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 150 കോടി കിട്ടുമ്പോൾ അതിൻ്റെ 1% അല്ലെങ്കിൽ ഒരു 3%, ഈ നമ്മൾ ഈ ബ്രോക്കറേജ് കമ്മീഷൻ കൊടുക്കുന്ന 3% MLA-മാർക്കോ MP-മാർക്കോ രാഷ്ട്രീയക്കാർക്കോ ഈ വരുന്ന വക്കീലന്മാർക്ക് എല്ലാവർക്കും കൂടെ കൊടുത്ത് കോടാനുകോടി രൂപ പബ്ലിക്കിൻ്റെ കഷ്ടപ്പെട്ട് ഗൾഫിലും അവിടെ ഇവിടെ ചെന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് എല്ലാം ഇയാൾ കൊണ്ടുപോയേക്കാണ്. ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ബലമുണ്ട്, ഞാൻ ആരെന്നറിയാമോ, ഗൂണ്ടകളുണ്ട്, എനിക്ക് മറ്റതുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് വിരട്ടുന്നത്. കേസ് ഒരാൾ കൊടുക്കും വേണ്ടി വന്നു. ഇങ്ങനെ എല്ലാവരും വിരട്ടി പാവപ്പെട്ട മിക്കവരും NRI-ക്കാർ അവരെല്ലാം മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസം ഇപ്പോൾ എനിക്ക് 3 വിധി കിട്ടി. ഫസ്റ്റിൽ ഞാൻ ഇവിടെ പോകുന്നു, റിറേ പോകുമ്പോഴത്തേക്ക് ഞാൻ അലോട്ട് ചെയ്യാണ്. എനിക്ക് ആർബിട്രേഷൻ ഒന്നും പോവേണ്ട കാര്യമില്ല, അതുകൊണ്ട് എൻ്റെ പതിച്ചു തരണമെന്ന് പറഞ്ഞാൽ റിറേ ഞാൻ സമീപിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഒരു 8-9 പേരുണ്ട്. അപ്പോൾ റിറേ എന്നൊരു ഓർഡർ വരുന്നു, ഫൈനൽ ഓർഡർ. റിറേ എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അത് എഴുതി കൊടുക്കണം. പുള്ളി കൊടുക്കാനുള്ള JV അഗ്രിമെൻറ്റ് കൊടുക്കണം, ഇത്ര ദിവസത്തിന് ഇത്ര നാളിനെ കൊടുക്കും. പക്ഷേ അതിൻ്റെ കൂടെ ഇയാളുടെ വക്കീലിനെ കൊണ്ട് പറയിച്ചു അത് ആർബിട്രേഷൻ കഴിഞ്ഞേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർബിട്രേഷൻ എന്ന് പറയുന്ന സംഭവം ആർബിട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഇത് 27 ജാനുവരിയിലാണ് ഇത് എൻ്റെ വിധി വരുന്നത്. 21 മാസമാണ് ആർബിട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഹൈക്കോടതിയിൽ. അപ്പോൾ ഞാൻ എന്നിട്ട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ഞാൻ ചെയർമാനെ കണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറേ ആർബിട്രേറ്റർ ഇന്നുവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞാനിത് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് ഈ ഓർഡറിൽ കൂടെ അത് ആഡ് ചെയ്യണം. ആർബിട്രേഷൻ്റെ ക്ലാസ് ഇവിടെ വരുന്നില്ല, ബിക്കോസ് ഞാൻ അലോട്ടിങ് കൂടെയാണ്, ഞാൻ ആർബിട്രേഷന് പോകേണ്ടത്. അപ്പോൾ പുള്ളി എൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പുള്ളി പറഞ്ഞു, അവിടെ ഉള്ള ഒരു ബോർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു, ഇത് കണ്ട, ഇതിൽ ആർബിട്രേഷൻ ക്ലോസ് ഇല്ല, ആർബിട്രേഷന് പുള്ളി അലോട്ട് ചെയ്യണം, ആർബിട്രേഷൻ പുള്ളി പോകേണ്ട കാര്യമില്ല. പിന്നെ ആർബിട്രേഷൻ റിക്വസ്റ്റാണ് ഇപ്പം കൊടുത്തത്, നമ്മൾ ഓർഡർ വന്നതിന് ശേഷം കൊടുത്തേക്കുന്നത്, അത് നിങ്ങൾ എന്താ നോക്കാത്തത്. അപ്പോൾ ആ ഒരു മെമ്പർ പറയണം, സാറേ നമ്മളൊരു ഓർഡർ ഇട്ടുപോയി, അതുകൊണ്ട് ഇനി പുള്ളി കയറി ഇറങ്ങട്ടെന്ന്, ഞാൻ ഇനി അങ്ങോട്ട് അപ്പീലേറ്റിലും ഡൽഹിയിലും പൊയ്ക്കോട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മാഡം ഞാനിത് പോകേണ്ട കാര്യമില്ല, ഞാൻ അലോട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക്, നിങ്ങൾ ആദ്യം പറഞ്ഞ് ഞാൻ അലോട്ട് ചെയ്യല്ല, ഞാൻ പ്രൊമോട്ടറാണെന്ന് പറഞ്ഞു. എൻ്റെ JV അഗ്രിമെൻറ്റിൽ 3-4 പറഞ്ഞിട്ടുണ്ട് ഞാൻ അലോട്ട് ചെയ്യണം, ബിക്കോസ് ഐ ആം നോട്ട് ടേക്കിംഗ് എനി പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദ കമ്പനി. എനിക്ക് ആ JV അഗ്രിമെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മണി ഐ ആം ടേക്കിംഗ് ബിൽറ്റപ്പ് ഏരിയ. അങ്ങനെ പറഞ്ഞാണ് എനിക്ക് ആദ്യം ഇതിനെ ഞാൻ കുറച്ച് വായിച്ചൊക്കെ മനസ്സിലാക്കിയാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെ ഒരു ക്ലോസ്, അപ്പോൾ അങ്ങനെയാണ് അന്ന് പിന്നെ സമ്മതിക്കണം ഞാൻ അലോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ബിൽഡർ ഈ ആർബിട്രേഷന് വേണ്ടി ഇത് അപ്ലൈ ചെയ്തു, ആർബിട്രേറ്ററെ വെക്കണമെന്ന് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ അവിടുത്തെ വക്കീലിന് ഞാൻ ഇതെല്ലാം വെച്ച് വസുന്ധര കൺസ്ട്രക്ഷൻസ് വേഴ്സസ് വസുദേവ കൺസ്ട്രക്ഷൻസ് എന്നുള്ള അതിൻ്റെ സുപ്രീം കോടതിയിലൊരു അത് കാണിച്ച് ഞാൻ എൻ്റെ വക്കീലിന് അയച്ചു കൊടുത്തു. ഞാൻ ആർബിട്രേഷൻ പോകേണ്ട കാര്യമില്ല സാർ, ഇത് നോക്കിയിട്ട് ഇത് കോടതി ഒന്ന് വാദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ വക്കീൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. അപ്പം മറ്റേ ആർടെക്കിൻ്റെ വക്കീൽ ഇവിടെ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്, സോ ഹീ ലെറ്റ് ഗോ ഫോർ എന്ന് പറഞ്ഞത് അത് കോടതി മാർക്ക് ചെയ്ത് എൻ്റെ ആർബിട്രേറ്റർ ഇങ്ങനെ വക്കീലന്മാരെ പർച്ചേസ് ചെയ്യുന്നു. പാവപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ഈ 100-150 കോടി കിട്ടും, അല്ലെങ്കിൽ നച്ചാപിച്ചാ കൊടുത്തിട്ട് അവരെ കളിപ്പിക്കുന്നു. ഇവിടെ കുറച്ച് പേരെ കൊണ്ടുവന്ന് ഫ്ലാറ്റ് ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് 50 ലക്ഷത്തിന് കൊടുക്കും, 1.25 കോടി രൂപയുടേത് അതും 1 ലക്ഷത്തിന് കൊടുക്കും. പിന്നെ രാഷ്ട്രീയക്കാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൺസെഷൻ ചെയ്യണമെന്ന് അവർക്കും കൊടുക്കും. പക്ഷേ അവർക്ക് ഇയാൾ അടിച്ചുകൊണ്ട് പോകണ ഇത്രയാണ് എമൗണ്ട് എന്ന് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇത്രയും വലിയ ഒരു ചീറ്റിങ് ഇവിടെ ഒരു ബിസിനസ്സുകാരനോ വേറൊരു ബിൽഡറോ പിന്നെ ഇനി ഇവിടെ വയലേറ്റ് ചെയ്യാനൊന്നുമില്ല, സെറ്റ് ബാക്കില്ല,
ഫയർ പാസേജ് ഇല്ല, പൊല്യൂഷൻ്റെ ഇല്ല. പിന്നെ ഞങ്ങളുടെ സെറ്റ് ബാക്ക് റൈറ്റ് സൈഡിൽ ഇറങ്ങുന്ന എൻട്രൻസിൻ്റെ അവിടുത്തെ സെറ്റ് ബാക്കാണ് എടുത്ത് കാർ പാർക്കിംഗ് കെട്ടി വിറ്റേക്കണം. അതും വിറ്റേക്കണം 3-4 ലക്ഷം രൂപ ചോര പാർക്കിംഗ്. പിന്നെ ഇപ്പോൾ പലരും ചെന്നിട്ട് ഇവിടെ എല്ലാം ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്, ഇൻകം ഫ്രണ്ട്സ് ക്ലിയർ അല്ല, ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ വരട്ടെയാണ്. നിങ്ങൾ പൈസ തന്നിട്ടാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. ഇപ്പോൾ 1-2 പേർ റിവേ കൊടുത്തിരുന്നവരെ തന്നെ വരട്ടി. പിന്നെന്തോ ചെയർമാൻ കുറച്ചെന്തോ പറഞ്ഞ് ഒരു വലിയ എമൗണ്ടാണ് കൊടുത്തിരുന്നത്, അതിലൊരു 1.25 കോടി രൂപ എന്തോ ഇയാൾ സമ്മതിച്ചു. അപ്പോൾ ഇങ്ങനെ ആളുകളെ എല്ലാം ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്യുകയും ത്രെട്ടൺ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർടെക് ബിൽഡേഴ്സിനെ കുറിച്ചുള്ള അന്വേഷണ പരമ്പരയുടെ 2ാം ഭാഗം നാളെ ഇതേ സമയം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.